നമസ്കാരം. നമ്മളുടെ കൊച്ചിയിൽ ഹിന്ദുസ്ഥാൻ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനി. അപ്പോൾ ആ ഒരു കമ്പനിയിൽ കൊടിയമായിട്ടുള്ള തൊഴിൽ പീഡനം നടക്കുന്നതായിട്ട് റിപ്പോർട്ട് വന്നു. അത് പിന്നീട് അതേപടി മുങ്ങിപ്പോയി. ഇപ്പം വളരെ കുറച്ച് ചാനലുകൾ മാത്രമേ അങ്ങുമൊക്കെ ആയിട്ട് ഓരോ വീഡിയോകൾ ചെയ്തിടുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങും മാത്രമേ അത് സംസാരിക്കുന്നുള്ളൂ. അല്ലാതെ നേരെ മുങ്ങിപ്പോയ ലക്ഷണമാണ്. സാധാരണ എന്തെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അപ്പോഴേ മീഡിയാസ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുക പതിവാണ്. പക്ഷേ ഈ ഒരു വാർത്ത എന്തുകൊണ്ടോ മുങ്ങിപ്പോകുന്നു. അവിടെ കുറച്ച് നാൾ മുമ്പ് ഒരു പെൺകുട്ടി പീഡന വിവരം, അതായത് അവരെ ഈ തൊഴിൽ പരമായിട്ട് അല്ലാതെയോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കുന്ന കൂടിയും അത് പോലീസ് അതിനെ നടപടിയെടുക്കുകയുണ്ടായില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ അവരെത്ര സ്ട്രോങ് ആണ് എന്നുള്ള കാര്യം. അത് സ്ട്രോങ് തന്നെയാണ്. കാരണം ഇപ്പം തൊഴിൽ വകുപ്പ് പോലും പറയുന്നത് അവിടെ തൊഴിൽ പീഡനം നടന്നിട്ടില്ല. അപ്പം നമ്മൾ കണ്ട വീഡിയോ എന്താണ്? ആ വീഡിയോക്കകത്തെന്ന് പറയുമ്പോഴത്തേക്ക് പട്ടിയെ പോലെ അവിടെ എംപ്ലോയീസിനെ, ടാർഗറ്റ് തയ്ക്കാത്ത എംപ്ലോയീസിനെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് തലയിൽ കൂടെ ഇഴയിക്കുക. മനസ്സിലായില്ല? ആന, നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ ആന കളിക്കുമല്ലോ, അതേപോലെ മുട്ടിൽ ഇഴയിപ്പിച്ചതിന് ശേഷം എന്താണ് പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിനകത്തുനിന്ന് എന്താണ് മറ്റേ കോയിൻ ഇട്ടുക, അത് നക്കിയെടുക്കണം. അതിനുശേഷം തറയിലിട്ടിട്ട് അത് നക്കി അവരുടെ കൈ കൊണ്ടു കൊടുക്കണം. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന സംഭവമാണെന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ 100% സാക്ഷരത പറയുമ്പോഴും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് വേറെ സംഭവം കൂടിയുണ്ട്. എത്രത്തോളം ഈ തൊഴിലില്ലായ്മ എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനകത്ത് അത് അവരെന്തുകൊണ്ട് നടപടി എടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബോച്ചയുടെ ഒരു ഇഷ്യൂ വന്ന സമയത്ത്, ഹണിറോസ് ബോച്ചയുടെ ഇഷ്യൂ വന്ന സമയത്ത് എത്ര പെട്ടെന്നാണ് കോടതി അദ്ദേഹത്തിന് അകത്താക്കിയത്. അതിനെ അനുകൂലിച്ച ആളാണ് ഞാൻ. ഓക്കെ, അതിനെ അപ്രിഷിയേറ്റ് ചെയ്ത ആളാണ് ഞാൻ. അപ്പം അതേപോലൊരു ആർജവും അപ്പം വേണമെങ്കിൽ നടക്കാം എന്നുള്ളതാണ് അല്ലേ. വേണമെങ്കിൽ അപ്പം ഇതിനകത്തും ഇടപെടാം. എന്തുകൊണ്ട് കോടതി ഇടപെടുന്നില്ല? അതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളാണ് അവർക്കെതിരെ എന്നിട്ട് മൊഴി കൊടുത്തത്. എന്നിട്ട് പോലും ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തകർ അതിനെതിരെ ഒന്നും മിണ്ടുന്നില്ല. ഇവിടെ മനുഷ്യാവകാശം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അവരൊക്കെ ചത്തോ? എനിക്കതാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ഇത് ഇവരാരും മനുഷ്യരല്ലേ? ഇവരാരും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലേ? എന്താണ് യഥാർത്ഥമുള്ള കാരണം? എന്താണ്? അതിനുശേഷം ഒരാൾ വന്നിട്ട് പറയുണ്ടായി ഇത് ആ പുറത്തിറങ്ങിയ വീഡിയോ അവിടെ മനാഫ് എന്ന് പറഞ്ഞ മുമ്പുണ്ടായിരുന്ന ഒരു മാനേജർ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് പറയുണ്ടായി. മനാഫിന് നേരിട്ട് മറ്റേ ചാനലിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ മൊഴിയിൽ അദ്ദേഹം എടുത്ത വീഡിയോകളിൽ ഒരു വീഡിയോ മാത്രമാണിത്. അതിൻ്റെ വേറെയും വീഡിയോസ് ഉണ്ടെന്ന് പറയുന്നു. ഇതേപോലെ അദ്ദേഹത്തിന് എന്താണ് മയക്കുമരുന്നിൻ്റെ എന്തോ ഡ്രഗ്സിൻ്റെ പേരിൽ അങ്ങനെ പുറത്താക്കിനാണ് പറയുന്നത്. എന്നാൽ അത് അങ്ങനല്ല. ഓക്കെ, ഇവർക്കെതിരെ കൊടുത്ത കംപ്ലൈൻറ്റ് വരെ ഉണ്ട്, രജിസ്റ്റർ ചെയ്തേക്കുന്ന കംപ്ലൈൻറ്റ് തെളിവുകൾ വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. കുറച്ച് നാൾ മുമ്പ് അത് ഈ തൊഴിൽ പീഡനം എന്ന് പറഞ്ഞിട്ടല്ല, അല്ലാണ്ട് പൈസ റെമ്യൂണറേഷൻ ഇവർക്ക് മറ്റേ സാലറി ഒന്നും കറക്റ്റായിട്ട് കൊടുക്കത്തൊന്നുമില്ല. സാലറി എന്ന് പറയുന്ന സംഭവം ഇവർക്കില്ല. ഇവർക്ക് തോന്നിയും കമ്മീഷൻ ബേസ്ഡ് ആണ്. ഓക്കെ, ഇത്ര സാധനം വിൽക്കുമ്പോൾ അതിന് ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ എന്നുള്ള രീതിക്കാണ്. അതും ഈ സീനിയർ മാനേജേഴ്സ് കൈയിട്ട് വാരുന്നു. ഇവിടെ നടക്കുന്നത് കൊടിയ പീഡനങ്ങളാണ്. ഓക്കെ, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതല്ല. നമ്മൾ കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വിശ്വസിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് അത് മനസ്സിലായില്ല നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഉപ്പ് വായിൽ പൊത്തുക, ഒരു കൈ നിറയെ ഉപ്പ് വായിൽ പൊത്തുക, ടാർഗറ്റ് തികച്ചില്ലെന്നുണ്ടെങ്കിൽ പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തൊരു സംഭവമുണ്ട്, അറിയാമോ? തമ്മിൽ തല്ലിക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്, ഡിവൈഡ് ആൻഡ് കോൺകർ. അതേപോലെ ഈ ടാർഗറ്റ് തികച്ച ആളുകളെയും ടാർഗറ്റ് തികയ്ക്കാത്ത ആളുകളെയും തലേ ദിവസം ടാർഗറ്റ് തികയ്ക്കാത്ത ആളുകളെയും പിടിച്ച് നിരത്ത് നിർത്തും. 2 മിനിറ്റ് നേരം അവർക്ക് സമയം കൊടുക്കും. ടാർഗറ്റ് തികച്ച ആളുകൾക്ക് മറ്റേ ആളെ എന്ത് വേണമെങ്കിലും പറയാം, തല്ലാം. ഇതൊക്കെ ലോകത്തെവിടെയെങ്കിലും നമ്മൾ കേട്ടുള്ള സംഭവമാണ്. അതിവിടെ കേരളത്തിൽ നടക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെതിരെ എന്തുകൊണ്ട് ആരും മിണ്ടുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം UP-യിലോട്ടും ഗുജറാത്തിലോട്ടും നോക്കിയിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെന്തുകൊണ്ട് ഇതിനകത്തൊക്കെ മറ്റേ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി നട്ടല് കാണാൻ അങ്ങനെയുള്ളവരൊക്കെ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് അവരൊക്കെ ഇപ്പം ഞാൻ ഇവിടെ കിടന്ന് എനിക്ക് 6-3 സബ്സ്ക്രൈബറുള്ള ഞാൻ ഇവിടെ കിടന്ന് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. മറ്റവരെന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് സാധനം കയറി കത്തും. പക്ഷെ ആരും മിണ്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട. മനുഷ്യാവകാശം എവിടെ പോകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇവരാരും മനുഷ്യരല്ലേ. ഇത് പുരുഷന്മാരെ മാത്രമല്ല, സ്ത്രീകളും ഈ പീഡനത്തിന് ഇരയാകുന്നുണ്ട്. ഇവിടെ സീനിയർ മാനേജേഴ്സാണ് ഇവരെ പീഡിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ മാനേജേഴ്സിന് വേറെ പണിഷ്മെൻ്റ് ഉണ്ട്. ഇതിലേക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ഇതൊക്കെ ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ് പറയുന്നത്. സേവന കറി പൗഡർ കണക്കുള്ള പ്രോഡക്ട്സ് ആണെന്നാണ് അവർ പറയുന്നത്. വ്യക്തതയില്ല.
ഇതുപോലുള്ള ഓരോ പ്രോഡക്റ്റ്സ് ആണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ വീടുകൾ തോറും കൊണ്ട് നടന്ന് വിൽക്കുന്നത്. ഈ കറി പൗഡേഴ്സ് മാത്രമല്ല, ഈ ഓരോ ലോഷനുകളുണ്ടെന്ന് പറയുന്നു, അല്ലാണ്ട് ഓരോ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിനൊന്നും ടാക്സ് ഇല്ലാതെയാണ് ഇവർ വിൽക്കുന്നത്. സാധനം കൊണ്ട് ഇറക്കുന്നതും വിൽക്കുന്നതും എല്ലാം ഒന്നിനും ടാക്സ് തെളിവുള്ള മറ്റോ ഒന്നുമില്ല. നേരത്തെ ഈ ഒരു കമ്പനി ഉണ്ടോ എന്ന് പോലും വ്യക്തമല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം ഇവർക്ക് ഈ എംപ്ലോയീസ് ആയിട്ട് എടുക്കുന്ന ഇവർക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കത്തില്ല, PF ഇല്ല, ESI ഇല്ല. അപ്പം അതായത് ഒരു മറ്റേ എംപ്ലോയി ആക്ട് പ്രകാരം ഒന്നും ഇവർ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇത്ര എംപ്ലോയീസ് കൂടുതലുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പൽസറി ആയിട്ട് PF കൊടുക്കണമെന്നുണ്ട്. അതില്ല. പിന്നെ 25,000 രൂപയ്ക്ക് അല്ലെങ്കിൽ അത് താഴെ സാലറി ഉള്ള ആളുകൾക്ക് ESI ആനുകൂല്യം കൊടുക്കണമെന്നുണ്ട്. അതില്ല. സാലറി അക്കൗണ്ട് ത്രൂ അല്ല കൊടുക്കുന്നത്, കയ്യിലാണ് കൊടുക്കുന്നത്. അത് സാലറി ആയിട്ടല്ല, കമ്മീഷൻ ബേസ്ഡ് ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മറ്റേ ടാർഗറ്റ് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ കാൽക്കുലേറ്റർ എടുത്ത് മുഖത്തോട്ട് അറിയുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ലോകത്തെവിടെ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടോ? ഇത്രയും വൃത്തികെട്ട ഉബൈൽ എന്ന് പറഞ്ഞ ഒരുത്തനാണ് മെയിൻ എന്ന് പറയുന്നുണ്ട്, വയനാടുകാരനായിട്ടുള്ള ഉബൈൽ. പിന്നെ ജോ ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ പവർ ലിങ്കിന്റെ അയാളാണെന്നാണ് പറയുന്നത്. അദ്ദേഹമാണ് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്നത്. അത് 3 മാസം 6 മാസമൊക്കെ ഓരോ ക്ലാസ്സുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാണ്ട് 1 മാസം കണ്ടിരിക്കുന്ന അടുപ്പിച്ച ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിലുണ്ട്. 20 ദിവസം അടുപ്പിച്ച ക്ലാസ് ഉണ്ട്. അത് ഈ ജോ ജോസഫ് എന്ന് പറഞ്ഞ ആളാണ് എടുക്കുന്നതാണ് പറയുന്നത്. ഇവർക്കെതിരെ അവർ ശബ്ദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അവരെ ഡീഫേമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് എടുക്കുക. ഇതാണ് അവരുടെ സ്ഥിരം പരിപാടി. ഇതാണ് ഡീഫേമേഷൻ എന്ന് പറഞ്ഞത്. അത് ഒരാൾ വന്നായിരുന്നു, ഇതിനെതിരെ പ്രതികരിച്ച ഒരാളുണ്ട്. അപ്പം അദ്ദേഹം എടുത്തു വെച്ച വീഡിയോസ് എല്ലാം, ഇവർക്കെതിരെ എടുത്തു വെച്ച വീഡിയോസ് എല്ലാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. അപ്പം എന്താണ്, അപ്പം അതായത് ഈ മറ്റേ ഭരണകൂടം കൂടെ അറിഞ്ഞിട്ടുള്ള കളിയാണ് സംഭവം. അതാണ് വമ്പന്മാരാണ് ഇതിന്റെ പുറകിലുള്ളത്. ഒരാൾ പുറത്തിറങ്ങിയ ഒരാളാണ്, അയാൾ 3 വർഷം അവിടെ വർക്ക് ചെയ്തു. അപ്പം ഇതിന്റെ പല കാര്യങ്ങളും ഇയാൾക്ക് അറിയാം. 2018 പ്രളയ സമയത്ത് ഇവർ കുറെ കറി പൗഡറുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ സാധനത്തിനകത്തൊക്കെ മറ്റേ എന്താണ് അത് ഇതിന്റെ മറ്റേ റോ മെറ്റീരിയൽ പിന്നീടാണല്ലോ ഇവർ പാക്ക് ചെയ്യുന്നത്. കൊണ്ടുവന്ന ഈ കറി മറ്റേ ഒരു പൊടിക്കകത്തും അതിനകത്തെല്ലാം വെള്ളം കയറി നശിച്ച സാധനമുണ്ട്. എലിയെല്ലാം കിടന്ന് ഓടുന്ന വീഡിയോ ഈ പുള്ളിക്കാരൻ എടുത്തു വെച്ചു. ഇവരെന്താ ചെയ്യുന്നത്, ഇവരല്ലാതെ കഴുകി ഉണക്കാനിട്ട് പാക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ ഇവനെ എടുത്തു വെച്ചു. പക്ഷെ ഇവന്റെ ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ എന്താണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്? പോലീസുകാരൻ പറഞ്ഞത് ഇതാണെന്നാണ് പറയുന്നത്. അവർ 1 കോടിയൊക്കെ അവർ നഷ്ടപരിഹാരം മറ്റേ ചോദിക്കും, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അവിടെ വെച്ച് നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയുണ്ടായി. അദ്ദേഹമൊക്കെ വന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ മറ്റേ മുഖം തിരിച്ചു വെച്ചിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാരണം ഇതാണ്, നാണം കെടാൻ വയ്യ. കാരണം അദ്ദേഹത്തിന് കുടുംബം, കുട്ടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും. പുറത്താരെങ്കിലും പറയാൻ കൊള്ളാവുന്ന കാര്യമാണ്. ഇത്രയും പട്ടിയെ പോലെ കിടന്ന് അനുഭവിച്ചു എന്ന് പറയാൻ പ്രതികരണ ശേഷിയില്ലാണ്ട് മറ്റേ അവിടെ അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും തയ്യാറാവത്തില്ല. പിന്നെ മറ്റേ ഭീഷണിയും കാണും മറ്റവരുടെ ഭാഗത്തും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ എന്താണ്, മുഖം മറച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ മുഖം തിരിഞ്ഞിട്ടാണ് ഈ പ്രതികരിക്കുന്നവരെല്ലാം ചെയ്യുന്നത്. പിന്നെ കുറച്ച് പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെറുതെയാണ്, അവിടെ തൊഴിൽ പീഡനം ഒന്നും നടക്കുന്നില്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. അവരെല്ലാം സോണൽ മാനേജേഴ്സാണ്. അവർക്ക് ഈ കൃത്യമായിട്ടുള്ള ഓരോ സാലറി ആയിട്ട് കൊടുക്കുന്നു, ഓക്കെ, ഇവരെ പീഡിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് അവരൊരിക്കലും ഈ കമ്പനിക്കെതിരെ സംസാരിക്കത്തില്ല. പിന്നെ വേറെ കുറെ സ്ത്രീകൾ എന്തുകൊണ്ട് ഇവർക്കെതിരെ സംസാരിക്കുന്നില്ല എന്ന് വെച്ചാൽ നാണം കെടാൻ പോയി. അവർക്ക് ഓരോ കുടുംബം, കുട്ടികളൊക്കെ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന്റെ പുറകെ പോയിട്ട് എന്തിനാണ് പൊല്ലാപ്പ് പിടിക്കുന്നത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആരും പ്രതികരിക്കാത്തത്. പ്രതികരിക്കുന്നവർക്കെതിരെ എല്ലാം ഈ കമ്പനി ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റു ഭീഷണിയായിട്ടും അല്ലാതെയല്ല. അപ്പം അതുകൊണ്ടാണ് അധികം ഇതിന്റെ പുറകെ പോകാത്തത്. പമ്പന്മാരെന്തായാലും ഇതിന്റെ പുറകെ ഉണ്ട്. അതുകൊണ്ടാണ് 30 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും അതും ടാക്സ് ഒന്നും ഇല്ലാണ്ടാണ് സാധനങ്ങൾ ഇറക്കിയൊക്കെ ചെയ്യുന്നത്. ഇദ്ദേഹം ഈ സാധനങ്ങൾ ഗോഡൌണിൽ എത്തിക്കാനായിട്ട് വണ്ടിക്കകത്ത് പോകുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം ഈ ഇൻകം ടാക്സിന്റെ വല്ല ആളിലൊക്കെ അതിന്റെ അടുത്ത് നിൽപ്പുണ്ട്, വണ്ടി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാർ 1 റൗണ്ടും കൂടെ അടിക്കും. മനസ്സിലായില്ലേ? അടിച്ചതിന് ശേഷം ദൂരോട്ട് മാറി നിന്നിട്ട് ഇവന്മാരെ ബൈക്കിലും കാണപ്പെടും അവർ പോയോന്ന് നോക്കാനായിട്ട്. അതിനുശേഷം മാത്രമേ ഇവർ അങ്ങോട്ട് പോകത്തുള്ളൂ. ഇതൊക്കെ പറയുന്ന വീഡിയോ വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെയുള്ള വിജിലൻസോ അല്ലെന്നുണ്ടെങ്കിൽ ഈ GST ഡിപ്പാർട്ട്മെന്റൊന്നും ഇതിനെ അന്വേഷിക്കുന്നില്ല? വലിയ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ മറ്റേ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഡയറക്റ്റ് സെല്ലിംഗ് ഒക്കെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മറ്റേ ആരും വാങ്ങിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ വീടുകൾ തോറും കയറി മറ്റേ ഇറങ്ങി ഇതാണൊക്കെ കറി പൗഡറൊക്കെ. പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് പറയുമ്പോൾ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. ഞാൻ ഉൾപ്പെടെ മിക്ക ആളുകളും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉൾപ്പെടെയും ബ്രാൻഡ് കോൺഷ്യസ് ആണ്. അതായത് ബ്രാൻഡ് ആയിട്ടുള്ള വാച്ചോ ഫോണോ ഉപയോഗിക്കുന്നത് അതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ഇപ്പം എനിക്ക് എൻ്റെ ആയിട്ടുള്ള ബ്രാൻഡുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം കോൾഗേറ്റോ ക്ലോസപ്പോ. അപ്പം നിങ്ങൾ ആ ഒരു സാധനം മാത്രം നിങ്ങൾ വാങ്ങിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കറി പൗഡർ ആണെങ്കിൽ ഈസ്റ്റേണിൻ്റെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു ബ്രാൻഡ് നിങ്ങളുടെ മനസ്സിൽ കാണാം. ഓക്കെ, കുറേ ബ്രാൻഡുകളുണ്ടല്ലോ. അപ്പോൾ അത് മാത്രമേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. അല്ലാണ്ട് വേറൊരു ബ്രാൻഡിലോട്ട് നമ്മൾ പോകത്തില്ല. അങ്ങനെയാണ് പൊതുവെ അങ്ങനെയാണ്. അപ്പം അത്യാവശ്യം മറ്റേ പാവപ്പെട്ട ആളുകളാണെങ്കിൽ കൂടി അവർക്കൊരു ബ്രാൻഡ് ഇത് കാണാം, അതിനകത്തൊട്ടേ അവർ വാങ്ങിക്കത്തുള്ളൂ.
അല്ലെങ്കിൽ അവർക്കറിയാം മറ്റേ സാധനം തീർന്നതിൽ അടുത്ത് കടകളില്ലാത്ത ഇപ്പം എങ്ങും ഇല്ല കേരളത്തിൽ. തൊട്ടടുത്ത് തന്നെ എവിടെയെങ്കിലും ഒരു കടകൾ കാണും. പിന്നെ അല്ലെങ്കിൽ എങ്ങും ഓണം കയറാൻ മൂലം മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഇത് കേരളത്തിൽ ഉടനീളം പല സ്ഥലത്തായിട്ട് വിപുലീകരിച്ച് കിടക്കുന്ന ഒരു ശൃംഖലയാണ് ഇവിടെ ഈ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറയുന്നത്. എന്നാൽ അതാണ് അവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ വേറെ പല പേരുകളിലൊക്കെയാണ് ഇവർ ഈ ജോബ് പോസ്റ്റിംഗ് ഇടുന്നതും അല്ലാതെ വിളിച്ചിട്ട് ആളെ കയറ്റുന്നതും അല്ല. പിന്നെ എറണാകുളത്ത് BTS എന്ന് പറഞ്ഞ ഏത് സ്ഥാപനത്തിലാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത് 10-20 ദിവസം. അത് ഈ ജോസഫ് എന്ന് പറഞ്ഞ ആളാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഈ ഇവിടെ നടക്കുന്ന തൊഴിൽ പീഡനം എന്നൊക്കെ പറഞ്ഞാൽ പുറത്ത് പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ എന്താ പറയുക, ഇവരെ വിവസ്ത്രനാക്കിയതിന് ശേഷം നിരത്ത് നിർത്തിയിട്ട് വിവസ്ത്രനാക്കിയതിന് ശേഷം തമ്മിൽ അവരുടെ എന്താണ് പറയുക, പറയാൻ കൊള്ളത്തില്ല, തമ്മിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ പറയുക. ഇതൊക്കെ ലോകത്തെവിടെ നടക്കുന്ന സംഭവമാണ്. ഇതിനൊക്കെ എതിരെ ഇതിപ്പോൾ സെക്ഷൽ ഹാറാസ്മെന്റ് കൂടിയാണ്. ഇതിനൊക്കെ ഇപ്പൊ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. അതായത് ഇവിടെ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവന്മാര് നല്ല വിവരമുള്ളവന്മാരാണ്. അതായത് ഇവര് ഈ തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവ് പോലും ഇല്ല. കാരണം അവർക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്ററോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കുന്നില്ല. സാലറി പോലും അവരുടെ അക്കൗണ്ടിലോട്ടല്ല കൊടുക്കുന്നത്, കയ്യിലാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി കുറെ സീനിയർ മാനേജേഴ്സ് ഒക്കെ ഉണ്ട്. അവരുടെ കയ്യിൽ വേറെ കുറെ ആളുകളാണ് എത്തിക്കുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ എന്താണ് ഇവിടെ ഇത്ര 30 വർഷമായിട്ട് ഈ കമ്പനി ഇവിടെ ഉണ്ട്. ഇത് എന്തുകൊണ്ട് അധികാരികളുടെ കണ്ണിൽ പെട്ടില്ല ഇങ്ങനൊരു സംഭവം? അത് നമ്മൾ അതിശയിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ കേരളം എന്ന് പറയുന്നത് എന്താ പറയുക, എന്തെങ്കിലും ഒരു സംരംഭകർക്ക് പറ്റിയ ഒരു സംസ്ഥാനമല്ലെന്നാണ് പറഞ്ഞത്. കിറ്റക്സ് ഒക്കെ ഇവിടുന്ന് ഓടിപ്പോയതിന്റെ കാരണം അതാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പോഴേ CITUക്കാർ കൊടി കുത്തും, കമ്മ്യൂണിസ്റ്റുകാർ കൊടി കുത്തും. അത് എങ്ങനെ നശിപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ പുതിയതായിട്ട് നല്ല രീതിയിൽ സംരംഭങ്ങളൊന്നും വരാത്തത്. അങ്ങനെ അപ്പൊ ഇതുപോലെ വൃത്തികെട്ട കമ്പനി എങ്ങനെ ഇത്ര നാൾ ഇവിടെ വന്നു എന്നുള്ള കാര്യം നമുക്കൊരു ഐഡിയ ഇല്ല, ഇവിടെ വരെ എങ്ങനെ എത്തിയെന്നുള്ളത്. അത് കേരളത്തെ ഒരു സ്ഥലത്തല്ല, ഇപ്പം ട്രിവാൻഡ്രത്താണ്, കിളിമാനൂരാണ് അവരുടെ ഒരു സെന്റർ ഉള്ളതെന്ന് പറയുന്നത്. പെരുമ്പാവൂരുണ്ട്, വേറെ അങ്ങനെ പല സ്ഥലത്തായിട്ട് കിടക്കുകയാണ് ഇവരുടെ ഓരോ സംഭവങ്ങൾ. അത് പല പേരുകളിലും കണ്ടൊക്കെയാണ്. എല്ലാം ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്നാണ് അവരുടെ, ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറഞ്ഞതാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് എന്തൊക്കെ പീഡനമാണ് അവിടെ നടക്കുന്നത് മനസ്സിലാവുന്നില്ല. അടുക്കള ചെന്നതിന് ശേഷം മുളക് പാത്രത്തിൽ നിന്ന് മുളക് എടുത്തുകൊണ്ട് വരിക, അത് വെച്ച് എടുത്തോണ്ട് വരിക, മുളക് പൊടിക്കാത്തുന്നു. അതുപോലെ രാത്രിയിൽ ടാർജറ്റ് തയ്ച്ചില്ല എന്നുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ വിളിച്ച് ഉണർത്തിയതിനു ശേഷം അടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പ് ഉപയോഗിച്ചുള്ള മർദ്ദനമുണ്ട്. അല്ലാണ്ട് ബെൽറ്റും മൊബൈലിന്റെ കേബിൾ ഉണ്ടല്ലോ, ആ കേബിൾ വെച്ച് അടിക്കുക, തുണിയിൽ വെള്ളം മുക്കി അടിക്കുക. ഇതൊക്കെ കേരളം നടക്കുന്ന സംഭവമാണ്. ഇനി എന്തുകൊണ്ട് ഇവരെല്ലാം ഇത് അനുഭവിച്ച് അവിടെ കിടന്നു എന്ന് നമ്മൾ ആലോചിക്കും. അതിനൊരു കാരണമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടാന്ന് പറഞ്ഞാൽ പോടാന്ന് വിളിച്ചിട്ട് ഞാൻ പോകും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബാധ്യതയില്ല. ഓക്കെ, അതാണ് പ്രശ്നം. ഇവരുടെ ബാധ്യതയും മറ്റു കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ പ്രാരാബ്ദമാണ് ഇവര് ചൂഷണം ചെയ്യുന്നത്. തുടക്കത്തിൽ വന്നു കയറുന്ന സമയത്ത് മോനെ തേനേന്നൊക്കെ വിളിക്കും, മനസ്സിലല്ലേ? ഇവരുടെ തുണി വരെ കഴുകി കൊടുക്കാനായിട്ട് അത് തയ്യാറാണെന്നാണ് പറയുന്നത്. ഇവരുടെ പാത്രം കഴുകി കൊടുക്കും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കാണ് ഇവരുടെ സ്വഭാവം മാറുന്നത്. ഓക്കെ, പതുക്കെ ഇവർക്ക് വിധേയരായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ അവരെ കൊണ്ടുവരും. ആ രീതിയിലുള്ള ബ്രെയിൻ വാഷിംഗ് ക്ലാസ്സുകളാണ് അവിടെ നടക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം ഇത് ആരാണ് ഇതിനുള്ള ഉത്തരവാദിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ വേണ്ടത്ര തൊഴിൽ അവസരങ്ങളില്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നം. തൊഴിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, അത് നമുക്കില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ തൊഴിൽ ചെയ്യാനായിട്ട് തയ്യാറാവണം. ഇപ്പം ഈ തൊഴിലില്ലായ്മ കേരളത്തിലുണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, അതുകൊണ്ടാണല്ലോ ബംഗാളികളെല്ലാം ഇവിടെ വന്ന് കിടക്കുന്നത്. പെരുമ്പാവൂരൊക്കെ ഹബ്ബാണ് അതിൻ്റെ, അങ്ങനെ പല സ്ഥലങ്ങളും. അപ്പം അങ്ങനെയല്ല, തൊഴിലുണ്ട്, പക്ഷെ നമുക്ക് പറ്റിയ തൊഴിലില്ല. നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടുള്ള ജോലികളില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ എന്ന് പറയുമ്പോഴത്തേക്ക് കൾച്ചർ കുറച്ച് വ്യത്യാസമാണ്. നമ്മൾ ചെറിയ ജോലിയൊന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ ജോലി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ദിവസം 1200 തൊട്ട് 1500 വരെ വാങ്ങിക്കുന്ന ബംഗാളികളുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ പാഠ്യ പദ്ധതികളിൽ എല്ലാം ഒരു പ്രശ്നമുണ്ട്. ഇതൊന്നും ഒരു ജോലിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലല്ല കോഴ്സുകൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ്.